ഒരുമിച്ച് എൻ്റെ കൂടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലത നിവർത്തിച്ചതുകൊണ്ട് നമുക്ക് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. എല്ലാവരും വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും തിരുവചനം കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണ്, സകല കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തുടങ്ങിയ ചില വചനഭാഗങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നുമാണ് ഇന്നലെ നമ്മൾ കേട്ടത്. ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ആരംഭം, ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു നാച്ചുറൽ ലൈഫ് അല്ല ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ലൈഫാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടും ഒരു സാധാരണ ജീവിതം നയിക്കുന്നുവെങ്കിൽ അത് കർത്താവിൻ്റെ കുഴപ്പമല്ല. ദൈവം നമുക്ക് ഇത് അറിയുവാനും അറിയിക്കുവാനും വേണ്ടിയാണ് തിരുവചനങ്ങളും കർത്താവ് തൻ്റെ പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെയും ഒക്കെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇത് ലഭിക്കാൻ വേണ്ടി. പക്ഷെ പലപ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് യഥാർത്ഥ വചന ചിന്തകളിലേക്കോ യഥാർത്ഥ സുവിശേഷ യോഗങ്ങളിലേക്കോ അല്ല. പലപ്പോഴും നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം കേട്ട് നമ്മൾ ആ തിരിച്ചറിവിൽ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു നാച്ചുറൽ ലൈഫല്ല, ഇതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റുന്നു. നമുക്കിന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും കേൾക്കാം, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്നൊക്കെയും കേട്ടത്, ദൈവവചനത്തിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലായ ചില വചന ചിന്തകൾ വലിയ ദൈവപ്രവൃത്തിയിലൂടെ ദൈവം നമ്മളെ ഇന്ന് ഉറപ്പിച്ചു തരുന്നു. കർത്താവിൻ്റെ വലിയ കൃപയിൽ നിന്ന് ആശ്രയിക്കുകയും ആ കൃപ അനുഭവിക്കുകയും ദൈവം നമ്മളെ ഇടയാക്കുന്നുണ്ട്. ഇത്രയും കൂട്ടത്തിൽ ഇത്രയും ആളുകളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർക്ക് ഇവിടെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരും. ദൈവം നിങ്ങളെ അതിലേക്ക് അടുപ്പിക്കുവാൻ ഇടയായിത്തീരും. ഒരു തുടക്കത്തിൽ തന്നെ കർത്താവ് എന്നെ ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ടും ചന്ദ്രൻ്റെ കുടുംബത്തിൽ ഒരു മകളെ ദൈവം സ്പർശിക്കുന്നതായിട്ടും കർത്താവിനോട് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ ഏറ്റെടുത്ത് വളരെ ഏറ്റെടുത്തോണം. കർത്താവ് എന്ന കുടുംബത്തെ സ്പർശിക്കാൻ വേണ്ടി പോകാൻ, ഇന്ന് വലിയൊരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകാൻ വളരെ കർത്താവ് ഇന്ന് സീൽ ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം കർത്താവ് ആ വലിയ പ്രവൃത്തിയെ ചെയ്തെടുക്കും. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. ദൈവം നമ്മളെ ഇടയാക്കും, വലിയ അത്ഭുതത്തിന് ദൈവം നമ്മളെ ഇടയാക്കും. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുണ്ട്. നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനോട് പറഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടൊരു ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ എക്സ്പീരിയൻസുകളെ കർത്താവ് ചെയ്യും. ഇന്നലെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞിരുന്നു. ആ യൂട്രസിൻ്റെ അകത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്ന, ബ്ലീഡിങ് ആയിട്ട് 3-4 വർഷമായിട്ട് ഭാരപ്പെട്ട ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടോ? ഇന്ന് ആ സഹോദരി ഉണ്ടോ? അവസാന സാക്ഷ്യം പറഞ്ഞ സഹോദരി, ഇന്നലെ ലാസ്റ്റ് സാക്ഷ്യം പറഞ്ഞ സഹോദരി ഇന്ന് ഉണ്ട്. സ്വോത്ര സിസ്റ്റർ. അപ്പം ഞാൻ ആ സാക്ഷ്യം ഇന്നലെ പിന്നെയും വേറെ എല്ലാവരും സിസ്റ്റർ, ഞാൻ സിസ്റ്ററെ മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോണം. ഒന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. ഞാൻ ആ സിസ്റ്ററെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, ഒരു മിനിറ്റ്.
ബാക്കി എല്ലാവരും ഇന്ന് പേര് ഞാൻ മറന്നുവല്ലോ, ഒരു സെക്കൻഡ്. സിസ്റ്റർ ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് സിസ്റ്റർ കേൾക്കുന്നുണ്ടോ എന്നെ? ഞാൻ എല്ലാവരും ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്താൽ പിന്നെ ഓക്കെ ഞാൻ ഒരു മിനിറ്റ് സിസ്റ്ററെ മാത്രം ഞാനൊന്ന് അൺമ്യൂട്ട് മാറ്റാവേ. റോസ്ലി ജോസഫ് എന്നല്ലേ സിസ്റ്റർ പേരിട്ടേക്കുന്നത്? ഞാൻ എന്താ വെച്ചാൽ ഇന്നലെ ആ സാക്ഷി ഞാൻ പിന്നെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഓർക്കുമായിരുന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞ ആ സാക്ഷ്യം എനിക്ക് പറഞ്ഞത് യൂട്യൂബിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാക്ഷി സിസ്റ്റർ കേൾക്കുന്നുണ്ട്? ഇപ്പം മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ട് സിസ്റ്റർ? നോക്കി. ഓക്കെ സിസ്റ്റർക്ക് എത്ര വർഷമായിട്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്ന യൂട്രസിലെ പ്രോബ്ലം? അത് 4 വർഷം മേളിലായിരുന്നു ബ്രദറെ. അത് എന്നിട്ട് ഞാനത് ബ്ലീഡിങ് ഒരു മാസമൊക്കെ 18 ദിവസമൊക്കെ ഉണ്ടായിരുന്നു ബ്ലീഡിങ് ആയിട്ട്. കൂടി ഇത് വന്നോണ്ടിരുന്നു. അപ്പൊ അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞപ്പോ എന്നെ നോക്കാൻ ആളില്ല ബ്രദറെ. അപ്പൊ 2 ഓഡിയോ കട്ടായി പോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, കൈ എന്റെ ഒരു സർജറി ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴാ എനിക്ക് ഈ യൂട്യൂബിൽ ഇത് കാണാൻ പറ്റി. അപ്പൊ അങ്ങനെ കാണാൻ പറ്റി. ഇപ്പൊ ബ്രദർ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ രോഗമുള്ള ഭാഗത്ത് കൈ വെച്ച് യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കും, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ വചനം പറയുന്നതിന്റെ ഇടയ്ക്ക് ബ്രദർ പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം എന്റെ വയറെ തന്നെ കൈ വെച്ച് പ്രാർത്ഥിച്ചു ഈ വചനം പറഞ്ഞ്. അപ്പൊ ഇപ്പൊ 4 മാസമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് എന്റെ ഈ നടുവിന് ഇങ്ങനെ 2 എളിയുടെ ഭാഗത്ത് കട്ട് കഴിച്ച് കാലിന് 2ഉം വേദനയായിരുന്നു. അത് ഒരു അടയാളാ. അപ്പൊ അതും എനിക്ക് ഇപ്പൊ ഇല്ല, ഒരു കുഴപ്പമില്ല, സർവ്വ ജോലിയും ചെയ്യാം. എന്റെ തളർച്ച മാറ്റില്ല. വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞ സിസ്റ്റർ ഇട്ടേക്കുന്ന പേര് റോസ്ലി. ശരിക്കുള്ള പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് സോളീന്ന എല്ലാരും വിളിച്ചറിയപ്പെടുന്നത്. റോസ്ലി ജോസഫ് എന്നും പറഞ്ഞാണ് ഇതിനകത്ത് സേവ് ചെയ്തേക്കുന്നത്. ബ്രദറെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഇല്ലാതെ തീരെ കുറഞ്ഞു പോയി, തല കറങ്ങി വീണ് മെയ് മാസത്തില് തീരെ ആയിപ്പോ ഡോക്ടർ പറഞ്ഞു എന്നോട് ഇത് എടുത്ത് കളയാതെ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് 2 കുഞ്ഞുങ്ങളെ എനിക്ക് എന്ത് ചെയ്യും, എന്നെ നോക്കാൻ ആളില്ലല്ലോ എന്ന് ഞാൻ ഭാരപ്പെട്ടിരുന്ന ദിവസം ആ സമയങ്ങളിലാണ് ഈ ജൂൺ മാസത്തിൽ ഞാൻ ഇതിനകത്ത് കയറണത്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ 35 രൂപയുടെ ഗുളികയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ഗുളിക കഴിക്കുന്നില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല ബ്രദറെ. കർത്താവിന്റെ കൃപയാൽ എനിക്ക് വളരെ സൗഖ്യം. ഞാനിത് എവിടെ വേണമെങ്കിലും പറയും, ഞാൻ ഒത്തിരി പേരോട് ഇത് പറഞ്ഞു, അല്ലാതെ അറിയുന്നവരോട്. സിസ്റ്റർ ഞാനെന്നൊരു സാക്ഷ്യം തുടക്കത്തിൽ നമ്മൾ ഈ വചനം സാധാരണ സാക്ഷ്യമാണ് നമ്മൾ ഏറ്റവും അവസാനം പറയിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെയൊക്കെ ചിന്തിക്കുമായിരുന്നു. സിസ്റ്റർ പറഞ്ഞ തുടക്കത്തിൽ ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, സഹോദരിമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമേ ഇതിന്റെ വേദനയും കാഠിന്യവും മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞ 3-4 വർഷമായിട്ട് യൂട്രസിൽ പ്രോബ്ലം ആയിരുന്നു. ഒരു മാസം തന്നെ പലതവണ ബ്ലീഡിങ് ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞതാണ് ഇനി അതെടുത്ത് കളയാതെ ഒരു വഴിയുമില്ല. അത് ഞാനത് ഇന്ന് തുടക്കത്തിൽ പറയാൻ കാര്യം, സിസ്റ്റർ പേരിട്ടേക്കുന്നത് റോസ്ലി ജോസഫ് എന്നാണ്. പക്ഷെ ആ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് സോളിനെ സൗഖ്യമാക്കുന്നു, സോളിയെ തൊടുന്നു എന്ന് പറയാൻ ഇടയാത്ത സിസ്റ്റർ ആ സമയത്ത് കൈയെടുത്ത് വെച്ചു. ഞാനതാണ് ഓർത്തത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ കർത്താവ് എത്രത്തോളം പരിശുദ്ധാത്മാവ് കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റർ ഇട്ടേക്കുന്ന പേര് വേണമെങ്കിൽ റോസ്ലിയെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞിരുന്നാൽ മതി. പക്ഷെ റോസ്ലിയെ സോളിനെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞ് ദൈവാത്മാവ് ആ ഒരു സൗഖ്യത്തെ ഇന്ന് തൊടുവാൻ ഇടയായി തീർന്നു. സിസ്റ്റർ പറഞ്ഞത് തന്നെ ഡോക്ടർ പറഞ്ഞതാണ്, അത് റിമൂവ് ചെയ്യാതെ വേറെ വഴിയില്ല. വേദന കൊണ്ടും അത് മാത്രം എന്നോടൊപ്പം തന്നെ ഈ നടുവിനും നട്ടലിനും ഒക്കെ വേദനയായിരുന്നു, അതും കൂടെ സൗഖ്യമായി. അപ്പം ഞാൻ ഈ സാക്ഷ്യം തുടക്കത്തിൽ സിസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ, തുടക്കത്തിൽ തന്നെ ഈ സാക്ഷ്യം എന്ന് പറയാൻ കാരണം, അപ്പോസ്തോല പ്രവൃത്തി തുടങ്ങുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ലൈഫ് അല്ല ക്രിസ്തീയ ജീവിതം. ഇപ്പം ഞാനത് സിസ്റ്റർ ഓർത്ത് നോക്കി, സിസ്റ്റർ യൂട്രസിൽ നിന്നൊക്കെ അറിയാം, പ്രശ്നം വന്നവരെ അറിയാം, അതൊന്നും തന്നെ മാറുന്നതല്ല. ഒന്നെങ്കിൽ അത് റിമൂവ് ചെയ്യണം, അല്ലെ ജീവിതകാലം മുഴുവനും ആ ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഒരു മാസത്തിൽ പലതവണ ബ്ലീഡിങ് അനുഭവിക്കുന്നുണ്ട്, അസഹ്യമായ വേദന അനുഭവിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ വഴിയില്ല. അതേപോലെ തളർച്ച അനുഭവിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരിയുടെ പേര് ചൊല്ലി വിളിപ്പേര് ചൊല്ലി വിളിച്ച് ദൈവാത്മാവ് ആ സഹോദരിയെ സൗഖ്യമാക്കി. ഇപ്പം ആലോചിക്കുക, നമുക്ക് മുമ്പിൽ വലിയ ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. ഇതൊരു രോഗസൗഖ്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇങ്ങനൊരു ലൈഫ് ഉണ്ട് കർത്താവിൽ. എല്ലാ ദിവസവും അത്ഭുതകരമായി ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് വിശ്വാസ ജീവിതത്തെ. അപ്പം ഇന്ന് ആ സാക്ഷ്യം സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു മടിയും കാണിക്കുന്നില്ല, എല്ലാവരോടും പോയി പറയും. സിസ്റ്ററെ പറയണം, കഴിയുമെങ്കിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമുക്കത് റെക്കോർഡ് ചെയ്യുവാനും നേരിട്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു സാക്ഷ്യം പോലും നിങ്ങൾ പറയാതിരിക്കരുത്. നിങ്ങളുടെ ഒരു സാക്ഷ്യം മറ്റൊരു വ്യക്തിയുടെ, ഇന്നത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു,
നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചോണം, പറഞ്ഞോണം, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതമുണ്ട്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം അപ്പോസ്തല പ്രവൃത്തിയിലെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പതിയില്ലാതെ ഇന്ന് ദൈവാത്മാവിന്റെ കൃപയിൽ നിന്ന് എണീക്കുകയും ഇന്ന് ഈ വചനം ഇന്ന് എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഒന്ന് പലപ്പോഴും വായിച്ചിട്ടുള്ള വചന ഭാഗങ്ങളാണെങ്കിൽ പോലും വീണ്ടും ദൈവാത്മാവ് എന്നെ ഈ ഒരു വചനത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ വാക്യമാണ്. എനിക്ക് ഒത്തിരി തവണ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. പലതവണ ഈ വചനം ധ്യാനിക്കുവാൻ നമുക്ക് കൃപ തന്നിട്ടുണ്ട്. എങ്കിലും പിന്നെയും കർത്താവ് ഈ ഒരു വാക്യം നമ്മളിലേക്ക് തന്നു. നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി 1-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു കൊടുത്തു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുമെന്നും. ഇന്നലെ നമ്മൾ കേട്ട് യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും. എന്താണ് സ്നാനമെന്നുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ 2 സ്നാനത്തെ പറ്റി കേൾക്കാൻ പോകുന്നത്. 2 സ്നാനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എത്ര പേര് ഈ സ്നാനത്തെ പറ്റി കേട്ടിട്ടുണ്ട്? ബൈബിളിൽ സ്നാനം എന്ന വാക്ക് എത്ര പേര് കേട്ടിട്ടുണ്ട്? സ്നാനം ഏറ്റവരുമുണ്ട്, സ്നാനത്തെ പറ്റി കേട്ടവരുമുണ്ട്. ബൈബിളിൽ 2 വിധ സ്നാനങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സ്നാനമുണ്ട്, 2 പരിശുദ്ധാത്മാവിന്റെ സ്നാനമുണ്ട്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവം നമ്മളെ സ്നാനപ്പെടുത്തും. 2 സ്നാനത്തിനും പ്രത്യേകതയുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് യേശുക്രിസ്തുവിലുള്ള വെള്ളത്താലുള്ള സ്നാനമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സ്നാനമുണ്ട്. ഇനി ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ ലോകത്തോട് നമ്മൾ കണ്ണുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എപ്പോൾ വരും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എനിക്ക് ലഭിച്ചുവെന്നും യേശുവിനെ ഞാൻ കർത്താവായി സ്വീകരിച്ചുവെന്നും ലോകത്തിന്റെ മുമ്പിൽ ഞാൻ വെളിപ്പെടുത്തുന്നതാണ് വെള്ളത്താലുള്ള സ്നാനം. കേട്ടോ, നമ്മൾ അതിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഈ സ്നാനവും നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോണം. ഇവിടെ പറയുകയാണ്, അഗ്നിജാല പോലെ, 3-ാം അധ്യായമാണ്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ രാവിലെ മുതൽ ഈ ഒരു വാക്യത്തിന്റെ ഈ വചനം ഇങ്ങനെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ഇങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ കർത്താവ് ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ഈ 2-ാം അധ്യായത്തിലേക്ക് നാം വരുന്ന സമയത്ത് അതിന്റെ 4-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ പല വ്യാഖ്യാനം നോക്കിയ സമയത്ത് അതിന്റെ, അതായത് പല വേർഷനിലേക്ക് കമ്പയർ ചെയ്ത് പല ബൈബിൾ സ്റ്റഡിയിൽ നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് പല ബൈബിൾ സ്റ്റഡിയിലും പല ബൈബിൾ സ്റ്റഡി അല്ല, ഓരോ വേർഷനിലും പല കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ കൊടുത്തേക്കുന്ന വാക്യമാണ് ദ സ്പിരിറ്റ് ഗേവ് ദം ദാറ്റ് എബിലിറ്റി എന്നൊരു വാക്കാണ് മറ്റൊരു വാക്കിൽ കൊടുക്കുന്നത്. അർത്ഥം പരിശുദ്ധാത്മാവ് അവർക്ക് എബിലിറ്റി കൊടുത്തു. ശ്രദ്ധിച്ചോണം, ഈ ഒരു വാക്കുമായിട്ട് എനിക്ക് ആ വാക്ക് വളരെ എന്നെ സ്പർശിച്ചു. ദ സ്പിരിറ്റ് ഗേവ് ദം ദാറ്റ് എബിലിറ്റി. അവർക്ക് അന്യഭാഷകൾ സംസാരിക്കുവാൻ, ഇവിടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ KJV-യിലും കൊടുത്തേക്കുന്നത് ഗേവ് ദം അട്രൻസ് എന്ന് കൊടുത്തേക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് ഒരു നല്ല രീതിയിൽ കൊടുത്തേക്കുന്ന വാക്കാണ് എബിലിറ്റി, സ്ട്രെങ്ത്, കഴിവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് അവർക്ക് എന്ത് കൊടുത്തു? പലവിധ ഭാഷകൾ സംസാരിക്കുവാൻ എബിലിറ്റി കൊടുത്തു. ഇനി ശ്രദ്ധിച്ചോണം, ഈ എബിലിറ്റിക്ക് ബൈബിൾ പറയുന്ന പേരാണ് പവർ അല്ലെങ്കിൽ ശക്തി. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ഈ ഡുനാമീസ് എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പ്രസംഗർ ഉപയോഗിക്കുന്നത് കേട്ടുണ്ടായിരിക്കും. ആ വാക്ക് ഡുനാമീസ് എന്ന വാക്കിന് ശക്തി എന്ന അർത്ഥമുണ്ടെങ്കിലും ക്രിയേറ്റീവ് മിറക്കിൾസിനെ ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ കഴിയുന്നതിനെയാണ് ദൈവശക്തി എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, പലതരത്തിലെ ശക്തിയുണ്ട്. 5 കിലോയുടെ അരിച്ചാക്ക് ചുമക്കുന്നതും ശക്തി കൊണ്ടാണ്. ലോകത്തെ ഭരിക്കുന്ന പല ഭരണാധികാരികളെ പറ്റി നാം പറയുന്നത് പൊളിറ്റിക്കൽ പവർ എന്നും, അല്ലെങ്കിൽ അവർ പറയത്തില്ലേ നമ്മൾ ഫിനാൻഷ്യൽ പവർ എന്നും ഒക്കെ, അതിനും പറയുന്നത് ശക്തി എന്നാണ്. എന്നാൽ അതിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യത്യസ്തമാക്കുന്നത് നമ്മളിലിരിക്കുന്ന ശക്തിക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. ശ്രദ്ധിച്ചോണം, നിങ്ങൾ നിസാരക്കാരിൽ, ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ
ആ യൂട്രസിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് സർജറി ചെയ്യാതെ മാറത്തില്ല, 1 മാസത്തിൽ പലതവണ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് ഒരു സർജറിയും കൂടാതെ ഏതോ ഒരു പ്രാർത്ഥന, സിസ്റ്റർ പറഞ്ഞ പോലെ കൈക്കകത്തെന്തോ വീഴ്ച നിമിത്തം റെസ്റ്റിലിരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനാ സമയത്തിൻ്റെ ഏതോ ഒരു ലിങ്ക് കണ്ടു, ഏതോ ഒരു പ്രെയർ കണ്ടു, അങ്ങനെ ഇതിലേക്ക് വന്നു. അങ്ങനെ അത് കേട്ടോണ്ടിരുന്നപ്പോൾ ഓർത്തോണം, സിസ്റ്റർ പ്രാർത്ഥന ജോയിനായിട്ടില്ല. അങ്ങനെ അത് കേട്ടോണ്ടിരുന്നപ്പം ആ മകളുടെ പേര് വെളിപ്പെടുത്തി ആ മകളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിഞ്ഞതിൻ്റെ പേരാണ് ശക്തി. അതായത് ഒരു മനുഷ്യന്റെ മേൽ ഈ ശക്തി ലഭിച്ചാൽ ഈ മനുഷ്യന് എബിലിറ്റി ലഭിക്കും. അപ്പോൾ ആ എബിലിറ്റി എന്നാ നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. നിങ്ങളിപ്പം യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു 100 രൂപയുടെയോ 500 രൂപയുടെയോ 50 രൂപയുടെയോ 10 രൂപയുടെയോ ഫ്രീ ആയിട്ടൊരു ബൈബിളും പിടിച്ചുകൊണ്ട് നാട്ടിൽ കൂടെ നടക്കുമ്പോൾ നാട്ടുകാർ ചിലപ്പോൾ കളിയാക്കാം, ഒരു വിശ്വാസി അല്ല പറ, അവർ പരിഹസിച്ചേക്കാം, പ്രാർത്ഥനക്കാരൻ. നമ്മളിതെല്ലാം കേട്ട് നമ്മളിങ്ങനെ ഓർക്കും, ഓ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടതാണല്ലോ ഞാൻ. അല്ല, നിങ്ങളുടെ അകത്ത് ശക്തി ഇരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ പറഞ്ഞ ഒരു ആറ്റം ബോംബ് ഉള്ള രാജ്യക്കാരെ മറ്റ് രാജ്യത്തിലുള്ളവർക്ക് പേടിയാ. ഒരു രാജ്യത്തിന്റെ കയ്യിൽ ഒരു ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം യുദ്ധങ്ങൾ ഉണ്ടായാലും അവർക്കൊരു ഭയമുണ്ട്, ഏതെങ്കിലും ഒരു സമയത്ത് ഈ ആറ്റം ബോംബ് എടുത്തിട്ടാൽ തീർന്നു പരിപാടി. ഇതേപോലെ പിശാച് ഭയക്കുന്നത് ആരെയാണെന്നറിയാവോ? ക്രിസ്തുവിലുള്ള നിങ്ങളെയാ. ഒരിക്കലും നിങ്ങൾ ഈ ശക്തി തിരിച്ചറിയരുത് എന്ന് അവൻ ആഗ്രഹമുണ്ട്. എന്നെങ്കിലും നിങ്ങൾ ഈ ശക്തിയെപ്പറ്റി തിരിച്ചറിഞ്ഞാൽ ഇവിടെ സ്ഫോടനങ്ങളുണ്ടാകും. നമ്മളിത് പലപ്പോഴും രോഗസൗഖ്യങ്ങളായിട്ടും പ്രവചന ആലോചനയായിട്ടും ചില ദൈവപ്രവൃത്തികളുമായിട്ടും കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ എക്സ്പ്ലോർ ചെയ്യാൻ, വലിയൊരു എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ദൈവശക്തി പ്രവർത്തിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവ്, ഞാൻ ആ വാക്കിലേക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പോവുകയാണ്. ദ സ്പിരിറ്റ് ഗേവ് ദം ദാറ്റ് എബിലിറ്റി. അതായത് പരിശുദ്ധാത്മാവ് അവർക്ക് ശക്തി കൊടുത്തു. ഞാൻ ആ മലയാളത്തിലെ വാക്യം ഒന്ന് വായിക്കാം. 4-ാമത്തെ വാക്യം നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 4 നോക്കണം. നിങ്ങൾക്ക് ഇപ്പം ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ വാക്യം. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അതായത് പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകി. അപ്പൊ പരിശുദ്ധാത്മാവാണിത് നൽകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ സ്നാനവുമായിട്ട് എന്താണ് ഇതിന് ബന്ധം? യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം. ഇന്നലെ നമ്മൾ കേട്ടു 1-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും, ഞാനോ പരിശുദ്ധ ആത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ഈ പരിശുദ്ധ ആത്മാവിൻ്റെ സ്നാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, പരിശുദ്ധ ആത്മാവ് നിങ്ങളെ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ശക്തിക്കകത്തോട്ട് മുക്കും. ഈ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞു ദൈവമാണ് ഈ ശക്തി. ഈ ശക്തിയിലേക്ക് നമ്മളെ അടുപ്പിക്കുക. നമ്മൾ അടുപ്പിക്കുക എന്ന വാക്കിനേക്കാൾ നല്ലത് ഞാൻ സ്നാനം എന്ന വാക്കിനെ പറ്റി ഇന്നലെ നമ്മൾ കേട്ടായിരുന്നു. ഈ സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞത് നിങ്ങൾ ബിബ്ലിക്കലി പറയേണ്ട, ബൈബിളിന്റെ ഒരു ഭാഷയിൽ പറയേണ്ട, നിങ്ങൾക്ക് മനസ്സിലായ ഒരു നാടൻ ഭാഷയിൽ എന്താണ് സ്നാനമെന്ന് മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? കുളിക്കുക എന്നുള്ളതും കഴുകുക എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതുപോലൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അതായത് വെള്ളത്താൽ മൂടപ്പെടുക. ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് വെള്ളം തളിക്കുന്നതും വെള്ളത്തിന്റെ അകത്ത് സ്നാനപ്പെടുക എന്ന് പറഞ്ഞ് വെള്ളത്താൽ കവർ ചെയ്യുക. യേശു പറഞ്ഞു, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് കവർ ചെയ്യുന്നു. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. എന്നാൽ ഞാനോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ കവർ ചെയ്യും. ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത വലിയൊരു നദിയാണ്. നിങ്ങൾ ചിന്തിച്ചോണം, നടുക്കടലിൽ മുങ്ങിപ്പോയാൽ എത്ര നീന്തലറിയാവുന്ന വ്യക്തിയാണെങ്കിലും നീന്തി കുഴയുന്നതല്ലാതെ കര പറ്റാൻ കഴിയത്തില്ല. കാര്യം നടുക്കടലിലേക്ക് ദിശ അറിയാതെ നമുക്ക് നീന്താൻ കഴിയത്തില്ല. അതേപോലെ പരിശുദ്ധാത്മാവിൽ മുങ്ങുന്ന വ്യക്തി ദൈവത്തിലേക്ക് ആഴത്തിലേക്ക് പോവുകയാണ്. ഇനി എന്താണ് ഈ സ്നാനം? ഞാൻ പെട്ടെന്ന് ഈ സ്നാനം എന്ന വാക്കിലേക്കൊന്ന് വേഗത്തിൽ വരാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ, നമുക്ക് പരിചിതമായ വാക്യമാണ്, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പൊ സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവുമായി ചേരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ ആദ്യം പറഞ്ഞു, സ്നാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു വെള്ളത്തിൻ്റാൽ നമ്മൾ കുളിക്കുക എന്നും കഴുകുക എന്നും, അല്ലെങ്കിൽ വെള്ളത്താൽ പുതിയപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മളത്. ഇവിടെ യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന സ്നാനം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
യേശു ക്രിസ്തുവുമായി ചേരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ട് ജോയിന്റ് ആകുക. ഇനി ഈ ജോയിന്റ് ആകുക, അപ്പം ചേരുക എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, അവർ രണ്ടുപേരും ചേർന്നിരിക്കുന്നു. അപ്പൊ ചേർന്നിരിക്കുന്നതിനും പറയുന്ന പേര് ചേരുക എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് ഈ ചേരുക എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നേരെ നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല, ക്രിസ്തു തന്റെ സഭയെ ചെയ്യുന്നത് പോലെ തന്നെ അവയെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ഇവിടെ പറയുകയാണ്, നാം യേശുവിന്റെ ശരീരത്തിന്റെ അവയവമല്ലോ. അപ്പൊ സ്നാനപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമായി മാറിയിരിക്കുന്നു. അപ്പൊ എന്താ അവയവം? എന്തുമാകാം. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ ശരീരത്തിൽ ഒത്തിരി അവയവമുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, വായുണ്ട്, പല്ലുണ്ട്, വിരലുകളുണ്ട്, ഇങ്ങനെ ഒത്തിരി അവയവങ്ങൾ എനിക്കുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇപ്പം മനസ്സിലായോ ഈ ശക്തി എവിടുന്നാ വരുന്നെന്ന്? നിങ്ങൾ സ്നാനപ്പെട്ട് കഴിയുമ്പം നിങ്ങൾ യേശുവുമായി ഒന്നായി തീർന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ യേശുവുമായി ചേർന്നിരിക്കുവല്ല, നിങ്ങൾ യേശുവിൻ്റെ ശരീരമായി മാറുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീർന്നിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? ഇനി അവയവത്തിന്റെ പ്രത്യേകത എന്തുവാ? 29-ാമത്തെ വാക്യം നോക്കിയേ. ആരും ഒരു നാളും തന്റെ ജഡത്തെ പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തു തന്റെ സഭയെന്ന് പറഞ്ഞ ശരീരമാട്ടോ, ചെയ്യുന്നത് പോലെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് വിശന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരം വിളമ്പി തന്ന്, അല്ലെങ്കിൽ ആഹാരം നിങ്ങൾക്ക് പാകം ചെയ്യുന്ന മറ്റുള്ളതായിരിക്കാം, ആഹാരം ഭക്ഷിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? നിങ്ങളുടെ ഡ്യൂട്ടിയാണോ? അത് കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടി തരുവോ, അല്ലെങ്കിൽ നിങ്ങളെ ഫീഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അതോ ഒറ്റയ്ക്ക് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് എന്തൊരു ഉദാഹരണമാണ് അല്ലേ? ഒറ്റയ്ക്ക് വിളമ്പിക്കഴിക്കും അല്ലേ? അതിന്റെ കാര്യം ഈ ശരീരത്തെ പോറ്റി പുലർത്തുക എന്നുള്ളത്, നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുക, പുലർത്തുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? ഇറ്റ്സ് ഓൺ ഡ്യൂട്ടി. ഒരു സൗകര്യം ഇട്ടിട്ടുണ്ട്, എൽദോസ് ഇട്ടിട്ടുണ്ട്, സൗകര്യം ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ ശരീരത്തെ. ഇപ്പം നിങ്ങൾ ഇന്ന് ആഹാരം കഴിച്ചോ എന്ന് അയൽവക്കത്തെ ആരും കൂടി ചോദിക്കത്തില്ല. നിങ്ങൾ ജോലി സ്ഥലത്ത് ആരെങ്കിലും വന്നിട്ട് അയ്യോ ഒന്ന് നിങ്ങൾ കൈയും കാലും കഴുകി കുളിച്ചു ഒരുങ്ങിയോ? ഇല്ല, ചോദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പല്ല് തേച്ചോ? ചോദിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് ആഹാരം കഴിച്ചോ? നിങ്ങളുടെ ബോഡിയെ നന്നായിട്ട് നോക്കിയോ? നിങ്ങളുടെ ശരീരത്തെ നന്നായിട്ട്, നിങ്ങളുടെ ബോഡീനെ ഉത്തരവാദിത്തത്തോടെ എല്ലാം ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. യേശുക്രിസ്തുവിനോട് കൂടെ ചേരുന്ന സമയം മുതൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. നിങ്ങളെ പുലർത്തുക എന്നുള്ളത് യേശുവിന്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശുവിന്റെ ഉത്തരവാദിത്തമാണ് എന്നെ നടത്തുക എന്നുള്ളത്. പറ, യേശുവിന്റെ ഉത്തരവാദിത്തമാണ് എന്നെ നടത്തുന്നത്. ഇതാണ് സ്നാനപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. പലപ്പോഴും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളുടെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, ഇനി എങ്ങനെയെങ്കിലും യേശുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കണം. അല്ല, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നാം യേശുവിന്റെ ശരീരത്തിന്റെ അവയവമായി. ഉടനെ പറയണം, ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ മനസ്സിലായോ? ഇനി നിങ്ങൾ ആ വചനം നോക്കി, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ക്രിസ്തു തന്റെ സഭയെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പോറ്റി പുലർത്തുകയാണ്. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് വിശ്വാസ ജീവിതം. ഇതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതിന്റെ സൈൻ എന്നറിയാവോ? യേശുവും നിങ്ങളും ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അതായത് അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു തന്നെയാ വെളിപ്പെടുന്നത് അപ്പോസ്തലന്മാരിലൂടെ. നമ്മൾ ചിന്തിക്കും, ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഞാനിപ്പോ ഒരു ഉദാഹരണമായിട്ട് ഒരു പ്രവചനം, ഇപ്പൊ സിസ്റ്റർ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ പേര് ഇട്ടേക്കുന്നത് മറ്റൊരു പേരാ ഇട്ടേക്കുന്നത്. പക്ഷെ ജോളീനെ കർത്താവ് സൗഖ്യമാക്കുന്നു, അല്ലെങ്കിൽ ദൈവം വിടിവിക്കുന്ന തൊടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതല്ല, എന്നിലൂടെ യേശു ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ എന്ത് ചെയ്യുക? പോറ്റി പുലർത്തുക. അതിന്റെ അർത്ഥം, നിങ്ങൾ രോഗിയായി, ആ സഹോദരി യൂട്രസിന്റെ ബുദ്ധിമുട്ടായി ബ്ലീഡിംഗ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാൻ യേശു ആഗ്രഹിക്കുന്നില്ല. കാരണം അത് യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൈ കഴിഞ്ഞ ദിവസം ഒന്ന് മുറിഞ്ഞു. എൻ്റെ കത്രിക എടുത്തപ്പോഴേക്കും മുറിഞ്ഞു.
ഉടനെ ഞാൻ പറയാം കൈക്ക് അത് തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കൈ മാറ്റി വെച്ചില്ല. ഉടനെ ഓടിപ്പോയിട്ട് ഞാൻ ആ ബാൻഡേജ് എടുത്ത് എന്ത് ചെയ്തു, ഒട്ടിച്ച് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് ആ ബാൻഡേജ് എടുത്ത് ഒട്ടിച്ച് ഉടനെ ഞാനത് ഇങ്ങനെ കൊണ്ട് നടക്കും, എങ്ങും തട്ടാതെയും മുട്ടാതെയും. കാരണം എൻ്റെ ഡ്യൂട്ടി അത്. എൻ്റെ കൈ മുറിഞ്ഞ ഉടനെ നാട്ടിലെ വീട്ടിലെ ആൾക്കാർ ഓടി വന്നു, അയ്യോ കൈ ഞാൻ ഇപ്പം ശരിയാക്കി തരുന്ന പറയും. ആരും ബാൻഡേജ് ഒട്ടിച്ചു തന്നില്ല. അതെൻ്റെ ഡ്യൂട്ടിയാണ്. ഇതെൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് മുറിയപ്പെട്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യേശു ക്രിസ്തുവിനോട് കൂടെ യേശു പറഞ്ഞ, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിന്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ, നിങ്ങളെ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കൊരു കഷ്ടത വന്നാൽ യേശുവിന് കഷ്ടത വരുന്ന പോലെയാ. നിങ്ങൾക്കൊരു വേദന വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ കൈക്ക് മുറിവേറ്റാൽ അത് നിങ്ങളുടെ വേദനയാ. അത് കൈയുടെ വേദനയാണോ നിങ്ങളുടെ വേദനയാണോ? നിങ്ങൾ പറ. കൈ മുറിഞ്ഞാൽ അത് കൈയുടെ വേദനയാണോ നിങ്ങളുടെ വേദനയാണോ? പറ. ഈ ഉറക്കെ പറ. നിങ്ങളുടെ വേദനയാ. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കവല നിന്നോട്ട് പറയും, ഓ എന്റെ കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്നല്ല. ആ വേദന നിങ്ങളുടെതാ. കൈക്കാണ് മുറിവേറ്റതെങ്കിൽ ആ വേദന നിങ്ങളുടെതാ. കൈക്ക് അങ്ങനെ തന്നെ വരണമെന്ന് നാം പറയത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നമുക്കൊരു പ്രശ്നം വന്നാൽ യേശുവിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ യേശുവിൻ്റെ ശരീരത്തോട് ക്രൂശിലൂടെ അല്ലെങ്കിൽ സ്നാനത്തോടു കൂടെ നിങ്ങൾ ഏകീഭവിക്കുന്നു. ഇനി ഒരു വ്യക്തി വെള്ളത്തിൽ എന്തുകൊണ്ടാണ് മുങ്ങി സ്നാനപ്പെടുന്നത്? വെള്ളത്തിൽ എന്തുകൊണ്ടാണ് മുങ്ങി സ്നാനപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സ്നാനക്കുളത്തിൽ, ഞാൻ 2005 എനിക്ക് തോന്നുന്നത് 2008 ഞാൻ സ്നാനപ്പെടുന്നത്. 2008 അതെ, 2008 ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഞാൻ മുങ്ങി. എന്തിനാ മുങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സിമ്പലാണ്. അതായത് ഞാൻ എന്ന വ്യക്തി വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിന്റെ നിഴലാ. ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ യേശു ക്രിസ്തുവിൽ ചേർന്നിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഏതെങ്കിലും സഭയിലല്ല ചേരുന്നത്. ഞാൻ യേശുവിൻ്റെ ശരീരത്തോട് അനുരൂപരായി ഞാനിപ്പം പഴയ എൻ്റെ മനുഷ്യൻ മരിച്ചു. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. എനിക്കിപ്പം തോമസ് ബ്രദറിന്റെ കൈയായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് തോമസ് ബ്രദറിന്റെ കണ്ണായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിന്റെ അവയവമായി ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ കൈ മാത്രമാണ്. അതുകൊണ്ടാണ് സ്നാനപ്പെടുമ്പോൾ ഞാൻ എന്ന പഴയ മനുഷ്യൻ അവിടെ മരിച്ചിട്ട് യേശുവിൽ പുതിയൊരു മനുഷ്യനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പഴയ പാരമ്പര്യ രോഗങ്ങൾ നമ്മളെ തൊടത്തില്ലെന്ന് പറയാൻ കാരണം, ആരെങ്കിലും പേടിച്ചിരിക്കുവാണോ, അയ്യോ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അച്ഛന് ക്യാൻസർ ആയിരുന്നു, പാരമ്പര്യമായിട്ട് ആ രോഗമുണ്ടായിരുന്നു, എനിക്കും അത് വരുമെന്നൊരു ഭയമുണ്ടെങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഇനി സന്തോഷത്തോടെ പറയാം, ഒരു പാരമ്പര്യ രോഗത്തിനും എന്നെ ഇനി തൊടാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. എൻ്റെ കുടുംബക്കാർക്ക് ഇനി ആരെങ്കിലും, ചിലർ പറയുന്നത് പാരമ്പര്യമായിട്ട് വളരെ ക്യാൻസർ ഉള്ള കുടുംബമാണെങ്കിൽ നിങ്ങൾ ഇനി പേടിക്കേണ്ട. നിങ്ങളിപ്പോൾ യേശുവിൻ്റെ ശരീരമാണ്. നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു. യേശുവിൽ ഞാൻ പറഞ്ഞില്ല, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ശരീരമാകാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്ക് ഒരു ശരീരവും ഒരു അവയവവും മാത്രമേ കഴിയത്തുള്ളെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നത്. യേശുവിൻ്റെ കൈക്കാണ് വേദന. ഇപ്പൊ മനസ്സിലായി? അങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ വാക്യം ശരിയോ തെറ്റോ? നിങ്ങൾ എഫേസ്യ ലേഖനത്തിൽ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത് ഞാൻ പറയുന്ന വാക്യമല്ല. നിങ്ങൾ പറയൂ ബ്രദർ എന്നൊക്കെ പറയുന്നതല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയും, നാം യേശുവിൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ യേശുവിൻ്റെ കൂടെ ചേരുക. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിച്ചല്ലോ, സ്നാനപ്പെടുമ്പോൾ യേശുവിനോട് കൂടെ ചേരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു നിങ്ങളും തമ്മിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുക എന്ന അർത്ഥമല്ല. യേശു നിങ്ങൾ ഒരു കസേര ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റൂളിൽ അല്ലെങ്കിൽ ഒരു കസേരയിൽ അപ്പുറം ഇപ്പുറം നിങ്ങൾ ഇരിക്കുക എന്നൊരാശയമല്ല. ചേർന്നിരിക്കുവല്ല, യേശുവിൽ ഇരിക്കുക എന്നാ. ഇപ്പൊ മനസ്സിലായോ? അപ്പം നിങ്ങൾ ഓർത്തോണം, ഈ ദിവസങ്ങളിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തിക്ക് നിങ്ങൾ തല ഉയർത്തി നാട്ടിൽ നടക്കണം. ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു നിങ്ങളിലൂടെ ലോകത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട വാക്യത്തിൽ മനസ്സിലായി. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇപ്പൊ കേട്ടതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത് ഉറപ്പിക്കുകയാണ്. പത്രോസേ, ഇനി നീ പഴയ മീൻപിടുത്ത കുടുംബത്തിൽപ്പെട്ട ആളല്ല, പകരം നീ യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നോക്കി,
ഇവിടെ നോക്കി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവ് അവർക്ക് കൊടുത്തു. ആത്മാവ് അവർക്ക് നൽകിയ അന്യഭാഷയിൽ സംസാരിച്ചു. അപ്പൊ ഞാൻ വായിച്ച വാക്യം മറ്റൊരു വേർഷനിൽ ഞാൻ വായിച്ചല്ലോ, ദ സ്പിരിറ്റ് ഗേവ് ദം ദാറ്റ് എബിലിറ്റി. പരിശുദ്ധാത്മാവ് അവർക്ക് എന്ത് കൊടുത്തു? എബിലിറ്റി കൊടുത്തു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത് ഈ എബിലിറ്റിയുടെ പേരാണ് അപ്പോസ്തലപ്രവൃത്തി. ഞാൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധ, ഇവിടെ നിങ്ങൾ ഈ വാക്യം ഓർത്താൽ ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പൊ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് യേശുക്രിസ്തു 1-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയോണം, 8-ാമത്തെ വാക്യം കേട്ടോ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്. ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി, എബിലിറ്റി, പവർ എന്ന വാക്ക് കൊടുത്തേക്കുന്നത്. കഴിവ്, ശക്തി. അപ്പൊ ആരുടെ കഴിവാ ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ച് നിങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ ആരുടെ കഴിവാ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം, ഇല്ല വേണം. ആരുടെ കഴിവായിരിക്കും? കറക്റ്റ് ഉത്തരം. യേശുവിന്റെ കഴിവാണ്. യേശുവിന്റെ കഴിവാണ് പരിശുദ്ധാത്മാവിലൂടെ ഈ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പേടിയെന്ന് മനസ്സിലായി. യേശു തന്നെയാണ് നിങ്ങളിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. കാര്യം നിങ്ങൾ യേശുവിന്റെ കൈയും കാലും അവയവങ്ങളാണ്. ഈ പവറാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ ശരീരത്തിൽ യേശുവിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ നിങ്ങളിൽ യേശു തന്നെയാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ വെളിപ്പാടിൽ പറഞ്ഞു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു സ്വർഗത്തിലല്ല നിങ്ങളിൽ ഇരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? ആമേൻ. ഇതാണ് ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത്, ഓ സ്നാനപ്പെടുന്നത് ഏതോ ഒരു സഭയെ ചേരാൻ വേണ്ടിയാ. അല്ല. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് തെറ്റിദ്ധാരണ. സ്നാനപ്പെടുമ്പോൾ എന്തിനാന്ന് പറയും? നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ, ഒരു വെള്ളത്തിൽ മുങ്ങി നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ കൺഫേം ചെയ്യുക. ലോകത്തിൽ എനിക്കിതിന്റെ അർത്ഥം അന്ന് സ്നാനപ്പെട്ടപ്പോൾ അറിയത്തില്ലായിരുന്നു. പിന്നീട് ബൈബിള് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു തന്നത്, ഇപ്പൊ മനസ്സിലായോ? യേശുവിനോടുകൂടെ ചേർന്ന് ലോക മനുഷ്യന് മുമ്പിൽ വിളിച്ചു പറയുക. പക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു, സഭയിൽ ചേരാൻ വേണ്ടിയാ സ്നാനം. ഈ സ്നാനപ്പെട്ടവരെ മനസ്സിലായി. എന്തുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, യേശു നേരിട്ട് പറയുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയല്ലേ? അതേലോ. മർക്കോസ് 16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ വിശ്വസിക്കുന്ന സ്നാനപ്പെട്ടവരെ ചേർക്കാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് വരും. തന്റെ ശരീരത്തെ എടുക്കാൻ വേണ്ടി, തന്റെ അവയവത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി യേശു വീണ്ടും വരും. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ കൂടെ ചേർന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? നിത്യത എന്ന വലിയ കാര്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. ഇതൊക്കെ കർത്താവിലുള്ള വലിയ കാര്യം. അപ്പൊ നമ്മൾ മുന്നോട്ട് അതൊക്കെ പറയും. അപ്പൊ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ, ഇവിടെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ കേട്ടോണം, നാം യേശു തന്റെ സഭയെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കൈ, ഞാൻ പറഞ്ഞില്ല, കൈ മുറിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയൊരു ബാൻഡേജ് വെച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ആദ്യം പറയേണ്ടത്, എൻ്റെ യേശുവേ, ഞാൻ അങ്ങയുടെ ശരീരത്തിന്റെ അവയവമാണ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാന്ന് പറ. ഞാൻ യേശുവിന്റെ അവയവമാണ്. യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. ആമേൻ. നമ്മൾ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചേക്കുന്നത്, നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ദൈവവചനത്തിൽ നിന്നാണ് കേട്ടോ. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിലൊരു ഉറപ്പിൽ നിങ്ങൾ നിറയണം. ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം. നമ്മൾ ഈ യേശു പറഞ്ഞ സ്നാനം ഇപ്പൊ മനസ്സിലായോ? കർത്താവ് യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ, യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്നു. യേശുവിന്റെ ശരീരത്തോട് നാം ഏകീഭവിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ ആരാന്നറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവിന്റെ കൈയും കാലും ഒക്കെയാ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. ആമേൻ. ഈ ഒരു ബോധ്യത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? മുന്നോട്ട് പോകാൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊന്നൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. പൊന്നൂസ് എന്ന് പറയുന്ന ആ ഒരു വിളിപ്പേര് ഇനിയിപ്പം ഒഫീഷ്യൽ നെയിം കത്തില്ല, പിള്ളേരുടെ പേരല്ല, ഒരു വ്യക്തിയുടെ പേരാണ്. പൊന്നൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. പൊന്നൂസ് എന്ന് പറയുന്ന
യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൽ എന്റെ മോളെ എന്റെ മകളെ മകളെയല്ല മകളല്ല ഞാൻ പറഞ്ഞത്, മകള് ഒരു വ്യക്തി ഒരു സെക്കൻഡ് ഒരു വ്യക്തിയെ ഞാൻ പറഞ്ഞത്, ഒരാളെ ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ഹിന്ദുവാണ്. ഒരു സെക്കൻഡ് പൊന്നൂസ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി, ഞാൻ വീണ്ടും പറയുന്നു, മോളല്ല മകളല്ല, ആളാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്ന കുടുംബത്തിന്റെ മേലേക്ക് വലിയ ദൈവത്തിന്റെ ചില പ്രവർത്തികളെ കർത്താവ് എന്നെ അയക്കുന്നത് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ ആ ഭവനത്തിന്റെ അകത്ത് വലിയൊരു ആഞ്ഞിലി നിൽക്കുന്ന ഒരു ആഞ്ഞിലി എന്ന് പറഞ്ഞൊരു വൃക്ഷം നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പറമ്പിൽ നിൽക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് ആ കുടുംബത്തിന്റെ മേലേക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നെ കർത്താവിനെ കാണിക്കുക. ആ കുടുംബത്തിന്റെ മേലുള്ള അടയപ്പെട്ട തലമുറകളുടെ ഭാവിയെ സ്വർഗത്തില് ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. എന്നോട് ഇങ്ങനെ ഒരു വാക്ക് ദൈവം പറയുന്നു, ആ ഭവനത്തിന്റെ അകത്ത് തന്നെ എല്ലാ ഇരുട്ടിന്റെ പ്രവൃത്തികളും മാറി വലിയൊരു വെളിച്ചം ഉദിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ അങ്ങ് ആ കുടുംബത്തിൽ എന്റെ പപ്പായ അല്ലേ, ഈ പറഞ്ഞ അടയാളം അവിടെ ഉണ്ടോ സിസ്റ്ററെ? കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തിയെ ഇന്ന് ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തിയെ ചെയ്യാൻ വേണ്ടി പോകണം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രേയറ്റ് എടുത്തോണം. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ഞാൻ പറഞ്ഞല്ലോ ഇത് മോളല്ല വ്യക്തിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഇന്ന് തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ അങ്ങ് തൊടുന്നല്ലോ, അങ്ങയുടെ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിന്റെ മേലേക്ക് ഇന്ന് ഉണ്ടാകുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ ഈ കേട്ട അപ്പോസ്തല പ്രവൃത്തിയിൽ യേശുവിന്റെ ശരീരമാണ് നിങ്ങൾ. പരിശുദ്ധാത്മാവ് കൊടുത്തൊരു എബിലിറ്റി ഉണ്ട്, ഈ സ്ട്രെങ്ത് നിങ്ങളുടെ അകത്തുണ്ട്. യേശുവിന്റെ ശക്തി അത്, യേശു തന്നെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് യേശുവിന്റെ ശരീരത്തിന് രോഗത്തിന് യേശുവിൻ ഇങ്ങനെ പറഞ്ഞ യേശുവിന്റെ ശരീരത്തിന് മേൽ രോഗത്തിന് ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്, എൻ്റെ ശരീരത്തിന്റെ മേൽ രോഗത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. എൻ്റെ ശരീരത്തിൽ വേദനയ്ക്ക് യേശു ഇന്നേ വരെ വേദനയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് നിങ്ങൾ. യേശു ഇന്നേ വരെ യെരൂശലേമിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യേശു പറയും എനിക്ക് ഭയങ്കര ഇല്ല, രോഗത്തിന്റെ മേൽ യേശുവിന്റെ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന്റെ ശരീരമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഇതാണ് വിശ്വാസ ജീവിതം, ഇതാണ് ക്രിസ്തീയ ജീവിതം. ഈ ഒരു വെളിപ്പാടിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അങ്ങനെയെങ്കിൽ ഒരു രോഗത്തിനോ ശാപത്തിനോ നിങ്ങളുടെ മേൽ അധികാരമില്ല. എല്ലാവരും പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ കർത്താവെ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പാ. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവിന് തൊടുകയാണ്, ദൈവാത്മാവിന് തൊടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് ചെയ്യുകയാണ്. ദൈവാത്മാവിന്ന് വലിയ കാര്യങ്ങളെ ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കാണുന്നത് ഒരു 381 അവസാനിക്കുന്ന ഒരു പാസ്പോർട്ട് നമ്പർ, 381 അവസാനിക്കുന്ന ഒരു പാസ്പോർട്ട് നമ്പർ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്നു. കുരുക്കുകൾ, യാത്രയുടെ കുരുക്കുകൾക്കകത്ത് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. 381 എന്നൊരു പാസ്പോർട്ട് നമ്പറിന്റെ അവസാനം ഞാൻ കാണുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാ കുരുക്കുകളും അഴിയട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ അങ്ങ് ഈ കുടുംബങ്ങളെ സ്പർശിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന നിങ്ങൾ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അങ്ങനെ പറഞ്ഞ് യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാ, ഇത് യേശുവിൻ്റെ ശരീരമാണ്, ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്, വേദനയ്ക്ക് എൻ്റെ മേൽ ഇരിക്കാൻ കഴിയത്തില്ല. ഒന്ന് കൽപ്പിച്ചേ, ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചേ, ആ രോഗത്തോട് കൽപ്പിച്ചേ. എന്നിട്ട് ചാടി എണീറ്റ് യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇത് ദിവ്യാരോഗ്യവും ദീർഘായുസ് കൊണ്ട് ഒരു പിശാചിനും നിങ്ങളുടെ മേൽ അധികാരമില്ല, രോഗശക്തിക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആമേൻ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റീബ എന്ന് പറയുന്ന ഒരു മോളുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി എന്ന് വെളിപ്പെടുന്ന റീബായനെ ദൈവം തൊടുകയാണ്. റീബായുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സ്പർശനം അവളുടെ ഭാവിയെ തടസ്സപ്പെട്ട് കിടന്നത് എല്ലാത്തിനെയും കർത്താവ് ഇന്ന് മാറ്റിയിട്ട് റീബയുടെ കുടുംബത്തെ, റീബായിനെയും കർത്താവ് ഇന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി. ദീപയല്ല, റീബ, ആറാണ് വരുന്നത്. റീബ
ഇന്ന് ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പാ. വലിയ പ്രവൃത്തികൾക്കായി വേർതിരിക്കുന്നപ്പാ. എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തകർന്നു മാറും. നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയാകും. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതിൻ്റെ ഉദ്ദേശം എന്നാണെന്നറിയാവോ? പഴയ നിയമത്തിൽ വന്നതുപോലെ വന്നും പോയി നിൽക്കാനല്ല, യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാക്കി മാറ്റാൻ വേണ്ടിയാണ്. യേശുവിന് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുവാൻ നിങ്ങളിലൂടെ യേശു വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ കർത്താവ് ലോകത്തിൽ വെളിപ്പെടാൻ. അപ്പം നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ബലപ്പെട്ടെ. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് ഇവരെ വിടുവിക്കുന്നല്ലോ, അവരുടെ ജീവിതത്തിന് മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ അപ്പാ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങ് അവരെ തൊടുന്നല്ലോ അപ്പാ, അങ്ങ് അവരെ തൊടുന്നല്ലോ അപ്പാ, അങ്ങ് അവരെ സ്പർശിക്കുന്നല്ലോ അപ്പാ. സകല വിഷയത്തിൻ്റെ മേൽ നിന്നും ദൈവം ഇന്ന് അവരെ വിടുവിക്കുന്നല്ലോ. ഞാനൊരു ഒരു 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 കല എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ അകത്തൊരു സഹോദരിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സഹോദരി പ്രാർത്ഥനയിലുണ്ട്. കലയുടെ സഹോദരിയുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ കർത്താവ്, കല എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ ഒരു സഹോദരി കണക്ട് ചെയ്തതിൻ്റെ അകത്തോട്ട് ആ വ്യക്തിയെ ഇന്ന് ദൈവം സ്പർശിക്കുകയാണ്. കലയുടെ കുടുംബത്തെ കർത്താവ് ഇന്ന് വിടുവിക്കാൻ വേണ്ടി പോവാണ്. അത് സൂമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, കലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. വലിയ രോഗത്തിൽ നിന്ന്, കുടുംബശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. എന്റെ പേര് കലയാണ്. സിസ്റ്റർ ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. യേശുവിനകത്തിലെ കുടുംബത്തിലെ രോഗ അന്തരീക്ഷങ്ങളെ സ്വർഗം എടുത്ത് മാറ്റുകയാണ്. രോഗത്തിന്റെ അന്തരീക്ഷങ്ങളെ സ്വർഗം ഇന്ന് എടുത്ത് മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കുടുംബത്തിന്റെ മേൽ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോ ഞാൻ ഈ കലക്കി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൂട്ടത്തിൽ ദൈവാത്മാണ്ട് പറഞ്ഞു, ദീപു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സ്പർശിക്കുകയും വലിയൊരു അത്ഭുത സാക്ഷ്യവുമായിട്ട് ആ മകനെ കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറ്റുന്നതായിട്ടൊരു കാഴ്ച ഞാൻ കാണുവാണ്. ആ ഒരു കണക്ഷനെ ദൈവം തരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പറഞ്ഞു. ഞാൻ ഈ കലയെന്ന് പറഞ്ഞ സഹോദരിക്ക് വേണ്ടി പറഞ്ഞപ്പോഴാണ് പ്രാർത്ഥിച്ചത്. അവരുടെ കുടുംബത്തിലേക്ക് കർത്താവ് അങ്ങനെ ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചയക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവെ ഇന്ന് അങ്ങയുടെ വലിയ മഹത്വം ഈ ശരീരം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ഭയങ്കര ഒരു പുതുക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ഭാരങ്ങൾ വിട്ടൊഴിയുന്നതിന് കാണാൻ പറ്റും. മനസ്സിൻ്റെ അകത്തും ശരീരത്തിൻ്റെ അകത്തും നിങ്ങൾ വളരെ ഫ്രീ ആകുന്നത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ തുറന്നു വരികയാണ്. നിങ്ങൾ കർത്താവിൻ്റെ ശരീരമാണ്, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. പരാജയങ്ങൾക്കോ രോഗത്തിനോ ശാപത്തിനോ കഷ്ടതയ്ക്കോ നിന്ദയ്ക്കോ തോൽവിക്കോ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. വിശാലമായ വഴികളെ തുറക്കുന്നതിന് നന്ദി. അത്ഭുതകരമായ ഡോറുകൾ ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതോട് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ ഉയർച്ച ഉണ്ടാകും. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ ഞെരുക്കങ്ങളും വിശാലമായി തീരും. എല്ലാ പ്രതിസന്ധികളും നിങ്ങളെ വിട്ട് മാറിപ്പോയിരിക്കും. അനർത്ഥത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല, അത്ഭുതത്തിൻ്റെ മേലെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതിനെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവെ അങ്ങ് തൊടുന്നല്ലോ, ദൈവാത്മാവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ വഴികളെയും വാതിലുകളെയും സ്വർഗത്തിലെ ദൈവം തുറക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടപ്പ ജയത്തെ കൽപ്പിക്കുന്നു. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിലുള്ള ആ എബിലിറ്റിയെ പറ്റി കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ വഴികൾ തുറന്നു വരുമല്ലോ അപ്പ. പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളായിരിക്കുന്ന സകല അന്തരീക്ഷത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടുകൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്.
നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, ഈ സമയത്ത് നിങ്ങൾ ചിലർ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ പറയും. അങ്ങനെ പറയരുത്. ഒരാൾ പറയുമ്പോൾ മറ്റെല്ലാവർക്കും പറയുവാൻ ഉണ്ടാവും. നമുക്ക് പ്രെയർ റിക്വസ്റ്റുകൾ എടുക്കുവാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ലൈവിൽ പറയരുത്. വാട്സാപ്പിലെ നിങ്ങൾ പ്രെയർ റിക്വസ്റ്റുകൾ അയക്കാവുള്ളൂ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് സാക്ഷ്യങ്ങളെ കേൾക്കാം. ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ, ഒരേ ആലോചന നിങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒരാൾ പറഞ്ഞതിന് ശേഷം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അത് ഏറ്റെടുത്താൽ മതി. ആമേൻ പറഞ്ഞതിനെ കൈക്കൊണ്ടാൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞായിരുന്നല്ലോ പുന്നൂസ് എന്ന് പറഞ്ഞത് എന്റെ പപ്പായാണ്. പുന്നൂസ് എന്ന് പറഞ്ഞത് എന്റെ പപ്പായാണ്. ക്യാൻസറിന്റെ അസുഖത്താൽ ഭാരപ്പെടുകയാണ് ഇപ്പം. സിസ്റ്റർ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഓക്കെ, താങ്ക് യു. ഇന്നലെ ബ്രദർ പറഞ്ഞില്ലയോ, ഒരു റൂമില് ആകെ എല്ലാം കൂടെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു. അതുപോലെ ഒരു കട്ടിൽ അവിടെയുണ്ട്. ആ കട്ടിലിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു അലമാരി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് എന്റെ വീട്ടിലെയാണ്. അത് ഇന്ന് ഞാൻ വീണ്ടും യൂട്യൂബിൽ അത് കേട്ടു. അതുപോലെ തന്നെ ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, കട്ടിലയിൽ ഇരുന്ന് ജനലിന്റെ അടുത്തിരുന്ന് വചനം കേൾക്കുന്നത് ഞാനാണ്. ബ്രദറെ, പ്രൈസ് ലോർഡ്. ബ്രദറെ, ഇപ്പൊ പറഞ്ഞു, ഞാൻ ഇന്നലെ എനിക്ക് കേറാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ഈ സിസ്റ്റർ പറഞ്ഞത് ഇപ്പൊ കേട്ടപ്പോ ഇതുപോലെ തന്നെയാണ്. ഞാനൊരു ജനലയുടെ അടുത്തിരുന്നിട്ടാണ് കേൾക്കുന്നത്. എന്റെ കട്ടിലിന്റെ എതിരിലായിട്ട് ഒരു അലമാരയുണ്ട്. പിന്നെ ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ബ്രദർ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 2 തവണ ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവിന്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ബ്രദറെ? ബിബ്ലിക്കൽ ബ്രദറെ, കഴിഞ്ഞ ആഴ്ചയില് ഒരു സൗമ്യേനെ തൊടുന്നതായിട്ട് ബ്രദർ പറഞ്ഞു. അപ്പൊ ഞാനത് ഏറ്റെടുത്തിരുന്നു. ഞാൻ സുവിശേഷം പറഞ്ഞൊരു മോളാണ്. അപ്പൊ ഇന്ന് ആ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു, കർത്താവ് തൊട്ടു എന്ന് പറഞ്ഞതിൽ ഞാൻ വിശ്വസിച്ചു. അവര് ഭർത്താവിന്റെ വീട്ടിൽ, അവളുടെ വീട്ടിലായിട്ടാണ് ജീവിച്ചിരുന്നത്. ഇത്തിരി സൗന്ദര്യപ്പണക്കത്തിലൊക്കെയാണ്. പക്ഷെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരു വീടെടുത്ത് മക്കൾക്കും നമുക്കും കൂടെ ഒരുമിച്ച് താമസിക്കാന്നുള്ളൊരു സന്തോഷ വാർത്ത അവൾക്ക് കിട്ടി. അപ്പൊ അവൾക്കത് ഭയങ്കര വിശ്വാസമായി. എന്നെ തൊട്ടത് തന്നെയാണെന്ന് അവള് ഇന്ന് സാക്ഷ്യം പറയാൻ ഇട വന്നിട്ടുണ്ട്. ആമേൻ. 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 ഓക്കെ. ആമേൻ. ബ്രദറെ,
ഹലോ പാസ്റ്ററെ, ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ഹലോ പാസ്റ്ററെ, എന്റെ പേര് അജി എന്നാണ്. എനിക്ക് പാസ്റ്ററെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട്? എനിക്കൊരു പ്രാർത്ഥന വിഷയം. ഓക്കെ ഓക്കെ, ശരി. എന്റെ പേര് സജിതാണ്. ഹലോ ഹലോ പാസ്റ്റർ. ഹലോ പാസ്റ്ററെ, എന്റെ പേര് സജിത എന്നാണ്. ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്ന പേര് പൊന്നൂസ് എന്നാണ്. അപ്പൊ അത് ആനില് ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെറിയ ആനില് പൊടിച്ചു നിൽപ്പുണ്ട്. നമുക്ക് ഞാൻ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അനീഷ് ആമേൻ. 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 ഓ ഓ ശരി. ഹലോ ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ബ്രദറെ, ഞാൻ ഇന്ന് ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു, പ്രാർത്ഥനാ വിഷയം. ബ്രദർ, നമ്മൾ ഒരു കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അലമാരിക്കകത്ത് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നതിൽ ബ്രദർ അടയാളം പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ് അലമാരിയിൽ ഇങ്ങനെ ഫയലിൽ എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല, 2-3 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ജോലിക്ക് നിലവിൽ നിൽക്കുന്നില്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ഫയലിൽ, അലമാരയുടെ ഫയലിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞൊരിത് അടയാളം പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അതിൽ എടുത്തു വെച്ചു. പ്രാർത്ഥിച്ച എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആയി. ഒക്ടോബർ 1 ഞാൻ ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രമായിരിക്കുന്നു. ആമേൻ. ഹലോ ബ്രദറെ, ബ്രദർ. ബ്രദർ ബ്രദർ എന്റെ മോൻ ബ്രദർ എന്റെ മോന്റെ പേര് ശരത്ത്. ഇന്നലെ ബ്രദർ ശരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ആ കുടുംബത്തിലെ അനർത്ഥങ്ങളെ ദൈവം എടുത്തു മാറ്റുന്നു എന്ന്. അതുപോലെ ഇന്ന് ബ്രദർ പറഞ്ഞു കല എന്ന് പേര് പറഞ്ഞത് എന്റെ പേരായിരുന്നു. എന്റെ ചേച്ചിയുമായി ബന്ധപ്പെട്ട് രോഗസൗഖ്യം ദൈവം നൽകുന്നു എന്ന് പറഞ്ഞ് ആ കുടുംബത്തിലുള്ള രോഗമെല്ലാം ദൈവം മാറ്റുന്നെന്ന് പറഞ്ഞത്. എന്റെ മകന്റെ ശരീരം മുഴുവനും അലർജി കാരണം കുരുകുരായിരിക്കുന്നു. പിന്നെ പനിയുടെ പ്രയാസമുണ്ട്. പക്ഷെ ഡോക്ടറെ ഒന്നും അവൻ കാണിക്കാൻ പോകുന്നില്ല. ഒരാഴ്ചയായിട്ട് ശരീരം മുഴുവനും കുരുക്കളായിട്ടിരിക്കുന്നു. ദൈവം സൗഖ്യമാക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ചേച്ചി പല രോഗങ്ങളായി, ശരീരം മുഴുവനും വേദന, ആഹാരം വേണ്ട, അങ്ങനെ പല രോഗങ്ങളിൽ. ചേച്ചിയൊന്നും ദൈവത്തെ അറിഞ്ഞവരല്ല. ഞാൻ അക്രൈസ്തവയായിരുന്ന ദൈവത്തെ അറിഞ്ഞു വന്നതാണ്. അപ്പോൾ ആ ചേച്ചിയോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ അവർക്ക് അതിൽ വിശ്വാസമില്ല. പക്ഷെ ദൈവം ഇപ്പൊ സൗഖ്യമാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദറിൽ കൂടി ദൈവം സംസാരിച്ചതിനായിട്ട് നന്ദി. സ്തോത്രം സ്തോത്രം ബ്രദർ. ഹലോ 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 ബ്രദർ, എനിക്ക് 2-3 സാക്ഷ്യമുണ്ട് ബ്രദറെ. ഇപ്പൊ ഇന്ന് നടന്നൊരു കാര്യം പറഞ്ഞ, എനിക്ക് ഞങ്ങൾ പെറ്റിനെ വാങ്ങിച്ചു. ഒരു പൊമറേനിയൻ പെറ്റാണ് വാങ്ങിച്ചത്. 45 ഡേയ്സ് ഉള്ളൂ. അപ്പൊ അതിന്നൊന്ന് പിന്നെ പിള്ളേർ കളിച്ചപ്പോ ഹൈറ്റിൽ നിന്ന് വീണ് കാലില് ഭയങ്കര ഇതായിപ്പോയി. അത് നടക്കാതെ ഒരു 2-3 മണിക്കൂർ അതിനൊന്നും നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ പേടിച്ചു പോയി. പിന്നെ ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യേശുവിന് തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം അത് തറയെ കുത്താതിരുന്നത് നന്നായിട്ട് ഓടാൻ തുടങ്ങി.
ഓടി അതിപ്പം നോർമലായി. അതൊരു സാക്ഷ്യമാണ്. സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ അടുത്തൊരു സാക്ഷ്യം, ഇത് എന്നെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പിറ്റേ ദിവസം തൊട്ട് എന്നെ വൊമിറ്റിങ്ങും ഡയറിയും ഒക്കെ ആയി. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഇത് സീരിയസ് ആയിട്ടൊരു പിന്നെ വൈറസ് ആണ്, പാർവോ വൈറസ്. അത് അറ്റാക്ക് ചെയ്ത 50-50 ചാൻസേ ഉള്ളൂ. അതും ഇതുപോലെ ബേബിക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സിവിയർ ആണ്, ചാൻസ് കുറവാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ 2-3 ദിവസത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയുള്ളൂ. പിന്നെ അവർ ഒരാഴ്ച ട്രീറ്റ്മെന്റ് പറഞ്ഞ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എന്നിട്ട് ഫുൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു 2 ദിവസത്തിനുള്ളിൽ അത് ഫുള്ളി റിക്കവറായി. ഇപ്പം നോർമലി ഫുഡൊക്കെ എടുത്തു തുടങ്ങി. അത് രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ജാനുവരിയിൽ. ആ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ വേറെ ബിസിനസിന് വേണ്ടി വെച്ചിരുന്ന കാശായിരുന്നു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ പാർട്ട്ണർ പറഞ്ഞു പിന്നെ ആ ബിസിനസ് തുടങ്ങാറാകുമ്പോൾ നമുക്ക് എടുക്കാം. 3 months ടൈമാ ചോദിച്ചത്. പക്ഷെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു. ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാൻ പറ്റിയില്ല. ഒരു കേസിലായിപ്പോയി പിന്നെ ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ ബൈബിള് വചനം എടുത്തപ്പോൾ എനിക്ക് 7-ാം മാസം 15-ാം തീയതി എന്ന് കാണിച്ചു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, 7-ാം മാസം 15-ാം തീയതി ദൈവം ഒരു അത്ഭുതം ചെയ്യും, അത്ഭുതം. ബിക്കോസ് ഞങ്ങളുടെ ഫണ്ട് എല്ലാം തീർന്നുപോയി. ഞങ്ങൾക്ക് ഇനി കാശ് എടുക്കാൻ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശെല്ലാം തീർന്നുപോയി. അപ്പം പിന്നെ 15-ാം തീയതി കഴിഞ്ഞിട്ട് 20-ാം തീയതി ഈ പാർട്ട്ണർ തന്നെ കക്ഷി ഒരു 50 lakhs ലോൺ എടുത്തിട്ട് ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇടുമായിരുന്നു. അത് വലിയൊരു സാക്ഷ്യമായിട്ട് കുറെ ദിവസം പറയണം എന്ന് വെച്ചാൽ എന്തോ പറയാനൊരു മടി കാരണം ഇങ്ങനെ നീണ്ടു പോയി. സോറി അതിന്. പ്രൈസ് ദി ലോർഡ്. ഹലോ ബ്രദർ. ഹലോ, കേൾക്കുന്നു? ക്യാഷിന്റെ കാര്യത്തിലായിരുന്നേ. നമുക്ക് ചേച്ചി തരാനുണ്ടായിരുന്നേ, അവര് തരുന്നില്ല. അപ്പൊ അതുപോലെ ബ്രദർ പേപ്പറിലൊക്കെ ഞാൻ എന്റെ മനെ തുക എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം അവിടെ പ്രവർത്തിച്ചു, അവർ തരുകയും ചെയ്തു. അത് കൊടുക്കുവാനും സാധിച്ചു. വലിയൊരു അനുഗ്രഹം. അതേപോലെ ഇനിയൊരു സാക്ഷ്യം, പിന്നെ അത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ എത്ര പറഞ്ഞാലും തീരില്ല. എനിക്ക് ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. നമ്മൾ കൊടുത്തതാണോ, കൊടുത്ത് തിരിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഇമാതിരി അനേകം പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ല. അത് എനിക്ക് വലിയൊരു അനുഗ്രഹം പെട്ടെന്ന് തോന്നി. അങ്ങനെ ഞാനത് ചെയ്തു വെച്ചു. ആ എഴുതി വെച്ച പോലെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതൊരു മാറ്റം വന്നു. സന്തോഷം, സമാധാനവും, നന്ദി ദൈവത്തിന്. അതേപോലെ എന്റെ കാലിൽ ഇന്നലെ ചോറ് വാർക്കുന്ന സമയത്ത് തിളച്ച വെള്ളം കാലിൽ വീണു, ഇടത്തെ കാലില്. അപ്പൊ തന്നെ ദൈവമേ ഒരു അത്ഭുതം പ്രവർത്തിക്കണേ പറഞ്ഞു. പിന്നെ ഒന്നും പറ്റിയില്ല, പൊള്ളലും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നിമിഷം തന്നെ എരിച്ചിലും എല്ലാം മാറിപ്പോയി. അതേപോലെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് എന്റെ കാലില് ചൊറിച്ചിലായിരുന്നു. ചൊറിച്ചില് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രം കഴി എക്സസ് സോപ്പ് തട്ടിക്കണം. അലർജി ആയിട്ട് രണ്ട് കാല് വിരല് മുഴുവൻ വ്രണം പോലെയായിരുന്നു. പക്ഷെ അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞ് എനിക്ക് ടെൻഷൻ ആയിട്ട് ഓയിൽമെന്റ് ഒന്നും തേക്കണ്ട പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വചനം വെച്ച്. ആ പിറ്റേ ദിവസം നോക്കുമ്പോ തന്നെ ആ കളർ അവിടെ ഒന്നുമേ എല്ലാം മാറിപ്പോയി. വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്നെ കുടുംബത്തിനും. ബ്രദർ സാക്ഷ്യം പറയാനുള്ളത്. എൻ്റെ പേര് മാത്യു ചർപ്പിന്നാണ്. എനിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഒരു 8 മാസമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മാസം അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതാണ്, ഞാൻ പോയില്ല. പിന്നെ എനിക്ക് വേദന ഉണ്ടായിരുന്നു, നെഞ്ചത്ത് ശക്തമായ വേദന, കുത്തി വരുന്ന വേദന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാൽമുട്ടിലെ ഇടത് ഭാഗത്ത് ശക്തമായ വേദന, മുട്ടുവേദന, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ ബ്രദറിന്റെ വചനം കേട്ടുകൊണ്ട്
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൈവച്ച് 2 ഭാഗത്തും കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചാണ് ഞാൻ കിടന്നത് തന്നെ. കൈവച്ച് പ്രാർത്ഥിച്ച് കിടന്നു. ദൈവമേ, ഞാനൊരു സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നു. യേശുവേ നന്ദി, സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ബ്രദർ. എന്റെ മരുമകൾ ലീനയെ പറ്റി ഒരു പ്രവചനം ബ്രദർ പറഞ്ഞിരുന്നു. അവളെന്തോ അന്ധകാര പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നു പിന്നെ പറഞ്ഞിരുന്നു. അപ്പോ അവളെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നതിനായി സ്തോത്രം. റീബ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആലോചന പറഞ്ഞില്ലേ? റീബ, ഞാൻ ജോലി ചെയ്ത വീട്ടിലെ കുഞ്ഞാണ്. ഷാർജയിൽ ജോലിക്ക് പോയി കുട്ടീനെ നോക്കാനായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ പേര് റീബ എന്നാണ്. ഞാൻ പോന്നപ്പോ കുഞ്ഞിന് വിഷമമാണ്. ഞാൻ നിർത്തി പോന്നാണ്. പക്ഷെ കൊച്ചിന് വിഷമമാണ്. എന്നെ വേണമെന്ന് ഇങ്ങനെ രണ്ടാമതും വിളിച്ചായിരുന്നു, പോയില്ല. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കണം. ഹലോ, എന്റെ പേര് അനിലാണ് ബ്രദർ. ഞാൻ 2022 ഡിസംബറിൽ എനിക്ക് കാലുവേദന വന്നു. കാലുവേദനയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡിസ്ക് ബൾജിന്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അലോപ്പതി ഡോക്ടേഴ്സ് കുറെ മെഡിസിൻസ് തന്നു, മാറിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ തിരുമ്മല് നടത്തി, അപ്പോൾ വേദന കുറഞ്ഞു. പക്ഷെ പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്താലും നീര് വെക്കും, കാലിന് വേദന, നടുവിന് വേദന, നടുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലാതെ, വണ്ടി ഓടിക്കാൻ പറ്റില്ല, ക്ലാസ്സിൽ പോയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വീടിന്റെ ഉള്ളിൽ റൂം, അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ മാറി. അപ്പൊ വീട്ടിലാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഒരു ഇതായിട്ട് നിന്നു. അപ്പൊ എല്ലാം തീർന്നു എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ബ്രദറിന്റെ ടോക്ക് കഴിഞ്ഞ ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ് കേട്ടത്. അപ്പൊ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നു. ഞാനത് എപ്പോഴും എനിക്ക് ഡിസ്ക് ബൾജിന്റെ വേദന മാറണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിശ്വസിച്ചു, എനിക്ക് സൗഖ്യം വന്നു. അങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ കഴിഞ്ഞ വീക്കാന്ന് തോന്നുന്നു ബ്രദർ പറഞ്ഞു, എന്തിനാ ഭയപ്പെടുന്നത്, കർത്താവ് കൂടെ ഉണ്ടല്ലോ, അങ്ങനെയെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, എനിക്ക് നീർക്കെട്ട് വേദന വരണേക്കാൾ കൂടുതൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വേദന വന്ന് നടുവിന് ഇത് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് കൂടുതലും ഉണ്ടായത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഓർത്തു. ഞാൻ പുറത്ത് അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു 1.5 വർഷമായിട്ട് ഇറങ്ങാത്ത ഒരാളാണ്. ഞാനൊരു ഡിസിഷൻ എടുത്തു, ജിമ്മിൽ പോകാന്ന്. അപ്പൊ ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് എന്റെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും തന്നെ അതിന് എതിരായിട്ട് നിന്നു. കാരണം നീ ഒന്ന് അനങ്ങിയാൽ നിനക്ക് നീർക്കെട്ടും വേദന വന്ന ആളാണ്, ആ ആളാണ് ജിമ്മിൽ പോയി ഇങ്ങനെ എക്സസൈസ് ചെയ്യാന്ന് പറയണേന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അത് ദൈവം ഉണ്ടെന്നുള്ള രീതിയിൽ, കർത്താവ് ഉണ്ട്, എന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ പോയി ഇന്നും പോയി. എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് പോയത്. ഫ്രണ്ടും ഞാനും ചെയ്തിട്ട് എനിക്ക് നടുവേദന ഉള്ള ആളാണ്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ വേദനകളുണ്ട്, പക്ഷെ നടുവിന് മാത്രം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ എന്റെ ട്രെയിനർ വന്ന് എന്നോട് ചോദിച്ചു, നിനക്ക് നടുവിന് ഒരു കുഴപ്പമില്ലെന്ന് ചോദിച്ചു. എനിക്ക് നടുവിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാനത് ചെയ്തു. പിന്നെ എന്താ പറയുന്നത്, എക്സസൈസ് ചെയ്തിട്ട് എനിക്ക് ഇപ്പൊ ഞാൻ ചെറിയ വേദനകളുണ്ട്, പക്ഷെ നടുവിന് മാത്രം പ്രശ്നമില്ല. ഞാൻ ചൂട് വെച്ചുകൊണ്ടാണ് ബ്രദറിന്റെ ടോക്ക് കേട്ടോണ്ടിരുന്നത്. അന്നേരം സൗഖ്യമാക്കി, വേദന ഉള്ളിടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനത് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒന്നും ചെയ്യാതെ, കോഴ്സൊന്നും ചെയ്യാതിരിക്കുവായിരുന്നു. അപ്പൊ ബ്രദറിന്റെ ടോക്ക് കേട്ട പിന്നെ ഞാനിപ്പോ ഒരു PG ഡിപ്ലോമ കോഴ്സിലേട്ടും കൂടെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തു. ഞാനിത് സാക്ഷ്യം പറയാന്ന് ഇന്ന് എനിക്ക് പറയണമെന്ന് ഭയങ്കര ഒരു തോന്നൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ദൈവം എന്നെ
ഹലോ ബ്രദർ. ഇന്നലെ ഒരു പാസ്റ്റർ കുടുംബത്തിൽ നല്ലീലയാ. ഹലോ അച്ഛനെ പറഞ്ഞായിരുന്നല്ലോ. ഹലോ അനുഭവം ഞാൻ 79 സ്കൂളിൽ പഠിക്കാൻ പോയപ്പം അപ്പൊ ഒരു പ്രെയർ മീറ്റിങ്ങിന് കൂടി. അപ്പൊ എനിക്കൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. അത് എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ പറ്റി അന്ന് അറിയത്തില്ല. അവര് പറഞ്ഞു. അപ്പൊ നമുക്ക് അത്രയും ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ അത് വന്നു കഴിഞ്ഞ് എനിക്ക് വേറെ എല്ലാവരെ പോലെ അല്ല, എനിക്ക് ഒരു പ്രത്യേക രീതിയാണ്. അവര് വേണ്ടാത്തവര് സംസാരിക്കുന്നവരുടെ കൂടെ പോകാൻ എനിക്ക് പറ്റത്തില്ല. വഴക്ക് പിടിക്കുന്നിടത്ത് അവരോട് സംസാരിക്കാൻ മനസ്സില്ല. അങ്ങനെയൊക്കെ ആയി. ഈ ജോലി സ്ഥലത്തായപ്പോഴത്തേനും പലരും പല രീതി എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരെന്ത് പറഞ്ഞാലും എനിക്ക് ചിരി വരും. കുടിച്ചേച്ചൊക്കെ വന്നു കഴിഞ്ഞ് എന്നോട് സംസാരിക്കുമ്പോ. അപ്പൊ അവരോടൊന്ന് ചോദിക്കും, നിങ്ങൾ ഇരുന്ന് ചിരിക്കുവാണോ? എന്നാ കേട്ടേച്ചാ ചിരിക്കുന്നു? ഞാൻ ഒന്നും മിണ്ടത്തില്ല. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു കഴിയുമ്പോ ഞാൻ ചോദിക്കും, നിങ്ങള് എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? അപ്പൊ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിയുമ്പോ അവർക്ക് മറുപടിയില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരാൾ എന്റെ തലയിൽ വെള്ളം എടുത്തൊഴിച്ചു. അപ്പൊ എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, അവൻ 2 കൊടുത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവരെ ഒന്നും ചെയ്യണ്ട, അവരുടെ വിഷമത്തിനല്ലേ ഒഴിച്ചത്, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ അനുഭവങ്ങളും വരുമ്പോഴും ഞാൻ അതിനെ ക്ഷമിച്ചു. ഇപ്പൊ ബ്രദറ് പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിച്ചോണ്ട് വന്നപ്പം എനിക്കത് സ്പഷ്ടമായിട്ട് മനസ്സിലായി. ഇല്ലെങ്കിൽ എനിക്ക് അതിനെ ഒന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇപ്പോഴും അതുപോലെ തന്നെ എല്ലാ രീതിയിൽ നിന്നും ഒരു വേർവിട്ട രീതിയില് ചേരാനൊക്കെ അതെന്നെ എന്റെ ഒരു വലിയ സാക്ഷ്യമാണ്. ഇനി അങ്ങനെ തന്നെ പോണമെന്ന്. ആ ഹലോ ഹലോ ബ്രദർ. ഹലോ ബ്രദറെ. ഹലോ ആ ബ്രദറെ, എനിക്ക് അത് സാക്ഷ്യമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഒരു 1 മണി സമയത്ത് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് കിടക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ പറയാ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണേ, എന്നിൽ വന്ന് നിറയണേ. ഇതങ്ങോട്ട് നിർത്തുന്നില്ല. രാത്രി 3-3:30 വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ഉറങ്ങാനും കഴിയണില്ല, ഒന്നും കഴിയണില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. പക്ഷെ ഈ അശരീരിയൊട്ടും മനസ്സിൽ നിന്നും പോണുമില്ല. അങ്ങനെ ഒരു 3:30 വരെ ഞാൻ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. 3:30 ആയപ്പോ ഞാൻ വാഷ്റൂമിൽ പോയി വന്നപ്പോ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്താന്ന് എനിക്കറിയില്ല, എനിക്കിത് ഉറക്കം വരുന്നുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യണേ, ഇത് നിൽക്കുന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അങ്ങ് ഒരു 3-3:30 ആയപ്പോ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ അതെന്തുകൊണ്ടാ അങ്ങനെ എനിക്ക് അറിയില്ല. സാക്ഷിയാണോന്ന് എനിക്കറിയില്ല. ഞാൻ ബ്രദറോട് ചോദിക്കും, എന്തുകൊണ്ടാ അങ്ങനെ ഒരു ഇതുണ്ടായി. ഇന്നലെ രാത്രി ഒരു മണിയൊക്കെ സമയമായപ്പോൾ ഞാനിങ്ങനെ എന്റെ ഉള്ളിൽ നിന്നൊരു പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയെ, എന്നിൽ വന്ന് നിറയെ, എന്നിൽ വന്ന് നിറയെ, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിക്കണില്ല. അതിനിടയ്ക്ക് അത് ഒരു മണി 2 മണിയൊക്കെ ആയതിനു ശേഷം അതിന് ചെറിയൊരു പ്രകാശം, പെട്ടെന്നൊരു പ്രകാശം വന്നത് മങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് വാഷ്റൂമിൽ പോയി. ഒരു 3 മണിയായപ്പോ വാഷ്റൂമിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഇത് മനസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ ആത്മാവിൽ എന്തോ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ കഴിയണില്ല ഈശോയെ, എത്രയും സമയമായി, 1 മണി തൊട്ട് 3 മണി 3:30 വരെ ആയാലും ഇത് നിൽക്കുന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടന്ന്. പിന്നെ അതുണ്ടായില്ല. അതെന്താ അങ്ങനെ ഉണ്ടായത്?
ആമേൻ ആമേൻ ആമേൻ. ഹലോ ബ്രദർ, എന്റെ പേര് മറിയം. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണേ. എനിക്കൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാ ബ്രദർ ഞാൻ വന്നത്. കാരണം ഞാൻ 10-12 വർഷമായിട്ട് ഞാൻ അസുഖമായിരിക്കുന്ന ഒരു വ്യക്തിയാ. 5 വർഷമായിട്ട് ഫുൾ വീൽചെയറിലാണ്. അപ്പോൾ പലപ്പോഴും ബ്രദറിന്റെ മെസ്സേജുകൾ ഇപ്പൊ 4 ദിവസമായാലും ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ഒരു ആന്റി തന്നതാണ്, യൂട്യൂബിൽ കയറി. പിന്നെ 2-3 ദിവസം കൊണ്ട് സൂം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബ്രദറിന്റെ വചനങ്ങൾ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തു. കാരണം പലപ്പോഴും ചിന്തിക്കുന്ന സകലങ്ങളിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ ഈ രോഗാവസ്ഥ, ഇതെല്ലാം കഷ്ടങ്ങളെല്ലാം ക്രിസ്തു അനുഭവിച്ചതുകൊണ്ട് നമ്മളും അനുഭവിക്കണം. അങ്ങനെയുള്ള ടീച്ചിങ് കാര്യങ്ങളൊക്കെ അതിലങ്ങനെ ആയിട്ട് അപ്പൊ മരണം വരെ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. പക്ഷെ ഈ വചനങ്ങൾ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്ത് ഞാൻ എപ്പോഴും യേശുവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കൈയും തളർന്നിരിക്കുന്നു, കുഞ്ഞുങ്ങള് വീട്ടിലെ ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒത്തിരി വിഷമത്തിൽ. അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മിക്കവാറും എണീക്കാറുണ്ട്, ഉണരാറുണ്ട് പെട്ടെന്ന്. അപ്പൊ ഇങ്ങനെ വേദനകൾ രാത്രിയിൽ വരാറുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇതുപോലെ 3-4 ദിവസം മുന്നേ ഇടത്തെ ഷോൾഡറിന് നല്ല പെയിൻ വന്നിട്ട് നല്ല പെയിൻ ആയിരുന്നു. അന്നേരം ഞാനിങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു 1-1.5 മണിയാകും. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ഈ വേദന മാറിയിരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു കിടന്ന് ഒരു 3-3:30 ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേദന മാറി. ഞാൻ സുഖമായിട്ട് രാവിലെ വരെ ഉറങ്ങി. ഇന്ന് വരെ എനിക്ക് ആ വേദന പിന്നെ വന്നിട്ടേ ഇല്ല. അപ്പൊ എന്റെ വിശ്വാസം എനിക്ക് നന്നായിട്ട് വർദ്ധിച്ചു. ഇപ്പൊ എനിക്ക് നല്ലതായിട്ട് ഒരു ഫെയ്ത്ത് ഉണ്ട്, എനിക്ക് നടക്കാൻ പറ്റും. ഇതുവരെയും ഞാൻ കരുതിയിരുന്നു ഇനി ഞാൻ നടക്കത്തില്ല, ഇങ്ങനെയായിരിക്കും എന്റെ അവസാനം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതില് കഴിഞ്ഞ 2 ദിവസം എനിക്കുള്ള നാത്തൂന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു. 21 ദിവസമായിട്ട് സുഖമില്ലാതെ വൊമിറ്റ് ചെയ്തും ഇളകി കിടക്കുമായിരുന്നു. ഇന്ന് അത് പൂർണ്ണമായിട്ടും സൗഖ്യമായി. 21 ദിവസമായിട്ടുള്ള ആരോഗ്യം ഇന്ന് പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഇനി നാളെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ കുഴപ്പമൊന്നും കാണരുത്, ഡിസ്ചാർജ് ആകാനും വേണ്ടി അതിനുവേണ്ടി ഒന്നും കൂടെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഒരു സാക്ഷിയാണ്. 21 ദിവസമായിട്ട് വെള്ളമൊന്നും കഴിക്കാനൊക്കാതെ കിടക്കുമായിരുന്നു. ഇന്ന് നല്ലവണ്ണം ചോറൊക്കെ തിന്ന് സുഖമായിട്ട് കിടക്കുന്നു. അതിനൊരു സാക്ഷിയാണ്. ഹലോ ബ്രദറെ. ഹലോ. ഇന്നലെ ബ്രദർ പറഞ്ഞായിരുന്നു അതൊക്കെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പം വലത്തെ സൈഡിൽ കുരുമുളക് ഉണ്ടെന്ന്. വീട് ഓപ്പൺ ചെയ്ത് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇടത്തെ സൈഡ് കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞ്. അത് എന്റെ വീട്ടിലാണ് ബ്രദറെ. പേര് പറഞ്ഞായിരുന്നു ആലിസ് എന്നാ ബ്രദർ പറഞ്ഞത്.
ഹലോ ബ്രദറെ. ഇന്നലെ സൂമില് അനശ്വരയുടെ ഒരു പെൺ പൈതലിന്റെ ഭവനം സന്ദർശിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്റെ മോളുടെ കുഞ്ഞാണ്, മോളുടെ വീടാണ്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. മോളുടെ കുഞ്ഞാ, 4 വയസ്സേ ഉള്ളൂ. പ്രൈസ് ലോർഡ് ബ്രദർ. കുറെ നാളായി ഞാൻ ഓരോ പ്രാവശ്യം ശ്രമിക്കും, പറ്റാണ്ടായി. എനിക്ക് 2-3 സാക്ഷിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മോള് വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ തലേ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു, അവൾക്ക് അച്ഛന് ടെൻഷനായി, ഇനി എങ്ങനെ പോകും, നേരത്തെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ ബ്രദർ കുറെ നേരമായി മൈക്ക് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. സുരേന്ദ്രൻ ബ്രദർ ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. കേൾക്കണ്ടോ? എന്നിട്ട് അങ്ങനെ ഞാൻ 1 മണിക്കൂറോളം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുമെന്ന് പറഞ്ഞ് കുറെ നേരം കടന്നു. പിന്നെ കുറച്ചൊന്ന് കുറഞ്ഞു തോന്നിയപ്പോൾ ഞാൻ എന്റെ ജോലികളൊക്കെ ചെയ്തു. പിന്നെ എപ്പം മാറിയെന്ന് പോലും അറിയില്ല. ഇതുവരെ അങ്ങനെ ഒരു തലകറക്കുണ്ടായില്ല. അതുപോലെ ഒരു ദിവസം ഒരു സാക്ഷി ഉളവാക്കുന്ന പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ടാബ് നോക്കിയിട്ടാണ് വചനം വായിക്കാറുള്ളത്. അത് മാത്രമേ അത് ചെയ്യാറുള്ളൂ. എനിക്ക് ബൈബിളൊക്കെ എടുത്ത് രാത്രി വായിക്കാൻ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ടാബ് ഒരു ദിവസം ചാർജ് വെച്ചാൽ കയറാതായി. കുറെ നാള് ഏട്ടൻ കുറെ നോക്കി, ഞാനും കുറെ നോക്കി, എന്ത് തന്നെയായിട്ടും ചാർജ് കയറുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഈ ടാബ് ചാർജ് ആയെങ്കിൽ മാത്രമേ എനിക്കിത് രാത്രിയൊക്കെ ഇരുന്ന് വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ടാബ് ചാർജ് ആവാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ 3 സാക്ഷി എനിക്ക് പറയാനുണ്ട്. താങ്ക് യു.